ഹലോ ഹായ് ഹലോ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ട് കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. നമ്മളെല്ലാവരും എന്താ ആഗ്രഹിക്കുക, നമ്മളുടെ മരണം കഴിഞ്ഞ് നമ്മൾ മരിച്ച് നമ്മുടെ ചടങ്ങ് ചെയ്ത് എന്നിട്ട് മക്കളൊക്കെ ആയുസോടുകൂടി ഇരിക്കണം എന്നല്ലേ. പക്ഷെ എൻ്റെ വീട്ടിലിപ്പം നടന്നിരിക്കണമെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് നടന്നത്. ചേച്ചിയുടെ മകനാണ് നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ടുണ്ട്. മൂത്ത മകനാണ്. എനിക്ക് 2 പെൺകുട്ടികളും, എനിക്ക് 3 പെൺകുട്ടികളായിരുന്നു. അടുത്ത ഒരു മകൾ മരിച്ചു 18 വയസ്സിൽ. ഇപ്പോൾ ചേച്ചിയുടെ മകൻ 36 വയസ്സിൽ. വണ്ടി അവർ പൊള്ളാച്ചിയിലാണ് സെറ്റിൽഡ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അവന് ജോലിയൊന്നും ശരിയാവില്ല പറഞ്ഞിട്ട് അങ്ങനെ പൊള്ളാച്ചി പോയതാണ് ഫാമിലിയായിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാം ഒരുവിധം അങ്ങനെ സെറ്റിലായിട്ട് വരികയായിരുന്നു. പൊള്ളാച്ചി ഞാൻ തന്നെ പോയിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക് കാണാനായിട്ട്. പൊള്ളാച്ചി പോണതിൻ്റെ അങ്ങോട്ട് ഊത്തുക്കുടി എന്നൊക്കെ പറയും ആ ഭാഗത്തായിട്ട്. മരിച്ചത് എന്താണ്, എവിടെയാണ് മരിച്ചത്? എവിടെ? കുഞ്ചുവാളയം പിരിവ് എന്ന് പറയും. അവിടെ വെച്ചിട്ട് വണ്ടിയും ഇവൻ്റെ ബൈക്കും ഒരു ഇതും കൂടി ടെമ്പോ, നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകില്ലേ, ഈ ചെറിയ ടെമ്പോ അല്ലേ, അതും കൂടിയിട്ടാണ് ഇടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വണ്ടിയും കൊണ്ട് പോകുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ച് വണ്ടി ഓട്ടുക. ദൈവത്തിനെ ഓർത്ത് കള്ള് കുടിച്ച് വണ്ടി ഓട്ടിക്കരുത്. ടെൻഷൻ ഉണ്ടെങ്കിലും വണ്ടി ഓട്ടിക്കരുത്. കാരണം എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ ജീവിച്ചിരിക്കട്ടെ. അവർ എങ്ങനെ തന്നാലും തന്നില്ലെങ്കിലും ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത് അതാണ്. നമ്മുടെ മക്കളെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മളെ നോക്കിയില്ലെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ അമ്മമാരിനെ നോക്കാൻ വയ്യാണ്ട് അനാഥശാലയിലൊക്കെ കൊണ്ടാക്കി കൊടുക്കുന്നത്. മനസ്സിലായില്ല? എത്ര കോടിക്കണക്കിന് ആസ്തി ഉണ്ടെങ്കിലും മക്കൾക്ക് അമ്മനെ നോക്കാൻ ഇന്ന് സമയമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ അമ്മമാർ ഒരിക്കലും ആഗ്രഹിക്കില്ല മക്കളെ നോക്കാതിരിക്കണം, അല്ലെങ്കിൽ മക്കളെ ആട്ടി വിടണം, അല്ലെങ്കിൽ മക്കൾ നമ്മുടെ മുമ്പ് മരിച്ചു പോകണം. അങ്ങനെയൊന്നും ഒരിക്കലും അമ്മമാർ ആഗ്രഹിക്കില്ല. ഉണ്ടാവുമായിരിക്കും, ഒരു 1000-ൽ ഒരാളൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതായത് പ്രസവിച്ച അമ്മമാർ മക്കളെ കൊല്ലുന്ന കാലഘട്ടമാണ് ഇന്ന്. അതായത് കാമുകന്മാരുടെ കൂടെ ഓടിപ്പോകാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷെ 100-90% അങ്ങനെ ആഗ്രഹിക്കാത്ത അമ്മമാരാണ്. മക്കളെപ്പോഴും എവിടെയാണെങ്കിലും നന്നായിട്ട് ജീവിക്കട്ടെ എന്ന്. ഞാനും അങ്ങനെയൊക്കെയാണ് ആഗ്രഹിച്ചത്, എവിടെയെങ്കിലും ഇരിക്കട്ടെ. ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളൊന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാനത് പറഞ്ഞ് 1 മാസം ആയില്ല, അപ്പോഴേക്കും ഇങ്ങനെ ആൾ ഈ ലോകം വിട്ടേ പോയി. മറക്കാൻ എന്താ പറയുക, ജീവിതത്തിൽ ഇനി ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്കവന്. നമ്മൾ ആലോചിക്കുമ്പോഴൊക്കെ നമുക്കവൻ്റെ മുഖത്തെയാണ് നമുക്ക് കാണുന്നത് അവനെ. അതായത് നമ്മുടെ അടുത്തേക്ക് വരുന്നതും നമ്മളായിട്ട് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതും സന്തോഷമായിട്ടിരിക്കുന്നതും ഒക്കെ. ഇതാണ് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നല്ലോണം പറയാൻ ആൾക്കാരുണ്ടാവില്ല. നമ്മളെ മരിച്ചു കഴിഞ്ഞിട്ടാണ് കുറേ ആൾക്കാർ അതാണ് ഇതാണ് പറഞ്ഞിട്ട് നല്ലോണം അയ്യോ അവൻ നല്ലവനായിരുന്നു, അവൻ കെട്ടവൻ അല്ലായിരുന്നു, നല്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. മാക്സിമം അച്ഛനമ്മമാരും മക്കളൊക്കെ ആയിട്ട് നന്നായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, സ്നേഹിക്കാൻ പഠിക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് വെറുതെ നല്ലതാണ് അതാണ് പറഞ്ഞിട്ട് സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാക്സിമം അങ്ങേയറ്റം എല്ലാവരും സ്നേഹിച്ചിട്ടിരിക്കുക. മനസ്സിലായോ? മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിന്നെ തിരിച്ച് കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സ്നേഹിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാവരും നന്നായിട്ട് കൂടപ്പുറപ്പുകളും അച്ഛനും അമ്മയും ബന്ധുക്കാരും എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇരിക്കുക, സ്നേഹിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് മനസ്സിലാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ തന്നെ ജീവിതത്തിൽ കുറേ ടെൻഷനും ഭാരങ്ങളും ഒക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. ഒരാളെ നമ്മൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ നമ്മളാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നില്ല. അവനെന്താണ് അല്ലെങ്കിൽ ഞാനെന്താണ് എല്ലാം കഴിഞ്ഞ് മരിച്ചു കഴിയുമ്പോഴാണ് പറയുന്നത് അയ്യോ അവൻ വളരെ പാവമായിരുന്നു, അവൻ വളരെ നല്ലവനായിരുന്നു, സ്നേഹിക്കാൻ മാത്രം അറിയുന്നവനായിരുന്നു എന്നൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. അപ്പോൾ ഇതേ പറയാനുള്ളൂ. കാരണം എല്ലാവരും വണ്ടിയിൽ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് പോവുക. എൻ്റെ കുട്ടീൻ്റെ ഫോട്ടോ ഇതിലിടാൻ പറ്റുകയാണെങ്കിൽ ഞാനിടാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അവൻ്റെ കുറച്ച് ഫോട്ടോസുകൾ ഞാനിടാം. എന്താ പറയുക, അത്രയ്ക്ക് നല്ലൊരു മകൻ എന്ന് പറഞ്ഞാൽ അയ്യോ അത്രയും ചന്തക്കാരൻ. 36 വയസ്സാണ് അവന്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറ്റിയ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റിയ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.